ഹായ് ഓൾ, എൻ്റെ പേര് ഷീൻ മേരി. ഞാൻ ട്രിവാൻഡ്രത്ത് നീരൊഴിക്കൽ വൈദ്യശാലയിൽ പ്രസവരക്ഷാ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. 21 ഡേയ്സിൻ്റെ പാക്കേജാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. എനിക്ക് സെക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർ ആദ്യം എക്സാമിൻ ചെയ്തിട്ടാണ് വൂണ്ട് പൂർണ്ണമായിട്ട് ഹീലായിട്ടുണ്ടോ എന്ന് എക്സാമിൻ ചെയ്ത ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഡോക്ടറിൻ്റെ പേര് രേഷ്മ പി ആൻ. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ഡോക്ടറിൻ്റെ സർവീസസ്. ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഹെയർ മസാജിൽ കൂടെയാണ്. ആദ്യം ഹെഡ് മസാജാണ്. ഹെഡ് മസാജ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഹെയർ സ്ട്രെങ്തൻ ആകും. അതുപോലെ നമ്മുടെ ന്യൂ ബോൺ ബേബീസിന് ഉള്ള അമ്മമാരൊക്കെ ഉറക്കക്കുറവ് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിനൊക്കെ ഒരു സ്ട്രെസ് ബസ്റ്റർ കൂടിയാണ് ഈ ഒരു ഹെഡ് മസാജിൽ കൂടെ കിട്ടുന്നത്. പിന്നെ അത് കഴിയുമ്പോഴേക്ക് ഫേസ് മസാജാണ്. ഫേസിൽ ആദ്യം ഓയിൽ അപ്ലൈ ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു പാക്ക് അപ്ലൈ ചെയ്യും. ഇതേപോലെ നമ്മുടെ അബ്ഡോമിനൽ സ്ട്രെച്ച് മാർക്ക് റിമൂവലിന് വേണ്ടിയിട്ടുള്ള ഒരു ഓയിൽ മസാജും പിന്നെ പാക്കും അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഹോൾ ബോഡി ഓയിൽ മസാജാണ്. അപ്പോൾ ആ ഒരു ഓയിൽ മസാജ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇനിഷ്യൽ ഡേയ്സിലൊക്കെ കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു 1 വീക്കൊക്കെ ആയപ്പോഴേക്ക് ഒരു റിലീഫ് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബോഡി മസാജ് കഴിഞ്ഞു. പിന്നെ ഉള്ളത് സ്റ്റീം ബാത്താണ്. സ്റ്റീം ബാത്ത് ഒരു 10 to 15 മിനിറ്റ്സ് കാണും. അത് കഴിയുമ്പോഴാണ് നമുക്ക് വേദകുളിയുള്ളത്. അപ്പോൾ വേദകുളിയാണെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടെമ്പറേച്ചറിലാണ് അവർ ആ വെള്ളം ഒഴിക്കുന്നത്. പണ്ടത്തേക്ക് ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ തിളച്ച വെള്ളം ഒഴിക്കുന്ന ഒരു പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, വളരെ നമുക്ക് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ടെമ്പറേച്ചറാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ വേദകുളിയിലും ഇതുപോലെ ഹെഡ് പാക്കും ഹെയർ പാക്കും അതുപോലെ ബോഡി പാക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേദകുളി കഴിയുമ്പോഴേക്ക് ഒരു മെഡിക്കേറ്റഡ് ഇൻഹലേഷനുണ്ട്. അത് നമുക്ക് സൈനസൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് അതുണ്ട്. പിന്നെ അബ്ഡോമിനൽ ബൈൻഡിങ് ഉണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ കേശധൂപനം ഉണ്ട്, മുടിക്ക് ഒരു സ്ട്രെങ്ത് കിട്ടാനായിട്ട്. ഇതൊക്കെ കഴിയുമ്പോഴേക്ക് ഇത്രയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. ഏറ്റവും ലാസ്റ്റ് ഒരു മരുന്ന് കഞ്ഞിയുണ്ട്. ഇത്രയാണ് അമ്മമാർക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രൊസീജിയർ. പിന്നെ വരുന്നത് ബേബീസിൻ്റെ കെയറാണ്. എനിക്ക് ട്വിൻ ബേബീസാണുള്ളത്. അപ്പോൾ അവർക്കും വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇവിടുത്തെ തെറാപ്പിസ്റ്റൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് നമ്മുടെ ഹോംലി ഒരു അറ്റ്മോസ്ഫിയറിലാണ് കുട്ടികളെ ആണെങ്കിലും ട്രീറ്റ് ചെയ്യുന്നത്. അവരെ വളരെ കാമാക്കി ഡെലിക്കേറ്റ് ആയിട്ടുള്ള മസാജസ് ഒക്കെ കൊടുത്ത് അത് നമുക്കും ഹെൽപ്ഫുള്ളാണ്. പിന്നീട് അങ്ങോട്ട് എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടതെന്നൊക്കെ നമുക്കും ഒരു നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതിനൊക്കെ വളരെ യൂസ്ഫുള്ളായിരുന്നു. കുഞ്ഞുങ്ങളും നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു ഈ ഒരു ഫുൾ ട്രീറ്റ്മെൻറ്റ് പാക്കേജ്. ശരിക്കും ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ തെറാപ്പിസ്റ്റ് സാൻഡ്ര ആയിരുന്നു. സാൻഡ്ര വളരെ ഡെഡിക്കേറ്റഡും ഫ്രണ്ട്ലി അപ്രോച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കുള്ളൊരു ഈ ഒരു പീരീഡിൽ നമ്മൾ കടന്നു പോകുന്ന ആ ഒരു ഇമോഷണൽ ഫിസിക്കൽ ഒക്കെ ഒരു ട്രോമയൊക്കെ ഓവർകം ചെയ്യാൻ ഇവരുടെയൊക്കെ ഒരു പ്രസൻസ് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നീരൊഴിക്കൽ വൈദ്യശാല ഒരു പോസ്റ്റ് പാർട്ടം കെയറിന് വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ഒരു ഓപ്ഷനാണിത്. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വളരെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.